നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ. ഇതിൻ്റെ ചാനൽ NNR സ്കൂൾ ഓഫ് വിസ്ഡം ഡെയിലി റീഡിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇന്ന് തിങ്ക് ഓൺ ദീസ് തിങ്സ് എന്ന് പറയുന്ന ബുക്ക് ജെ കൃഷ്ണമൂർത്തിയുടെ പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിൽ നിന്നാണ്. ജെ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഇതിനു മുമ്പ് പല ടോപ്പിക്കുകളും മെഡിറ്റേഷനെ കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ബുക്കിൽ ആദ്യത്തെ ടോപ്പിക്ക് ഫേസ് കഴിഞ്ഞ് ദ പ്രോബ്ലം ഓഫ് ഫ്രീഡം. വാക്കുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഈ കൃഷ്ണമൂർത്തി ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നത്, I would like to discuss with you the problem of freedom. It is a very complex problem, needing deep study and understanding. We hear much talk about freedom, religious freedom, the freedom to do what one would like to do. Volumes have been written on all this by scholars, but I think we can approach it very simply and directly. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പല സ്ഥലത്തും പറയുന്നു. സ്വതന്ത്ര ചിന്ത എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിന്ത എന്ന് പറയുന്നത് ശരിക്കും നമ്മളിലൂടെ കടന്നു പോകുന്ന 60,000 ചിന്തകളാണ് ഒരു ദിവസം നമ്മളിലൂടെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ ചിന്തകളുടെ ഒരു കൂമ്പാരമാണ്. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ ചിന്തകൾക്ക് മുകളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചിന്തകളൊന്നും സ്വതന്ത്രമല്ല. ഉദാഹരണത്തിന് നമ്മളൊരാളോട് ചോദിക്കുകയാണ്, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അയാൾ എന്താണ് പറയുന്നത്? അയാളൊരു 3 ഉത്തരം പറയും. ഈ ഉത്തരം അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? അയാളുടെ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് വന്നതാണോ? അല്ല. ഇനി ഈ ദൈവത്തിന് നമ്മളൊരു 3 എക്സ്പ്ലനേഷൻ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് സ്വതന്ത്രമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിപ്നോട്ടിസത്തിലാണ്. ഇതാണ് പ്രോബ്ലം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. നമ്മൾ സ്വതന്ത്രരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഒരിക്കലും അല്ല. ഇനി ജിതകൃഷ്ണൻ ചോദിക്കുന്നു, നോ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ഫ്രീ? ഇനി സ്വതന്ത്രനാണ് എന്ത് ചെയ്യണം, എന്തായിരിക്കണം? ഇറ്റ്സ് എ ഫ്രീഡം, എ മാറ്റർ ഓഫ് ഡൂയിങ് വാട്ട് ഹാപ്പൻസ് ടു സ്യൂട്ട് യു, ഗോയിങ് വേർ യു ലൈക്ക്, തിങ്കിങ് വാട്ട് യു വിൽ. ദിസ് യു ഡു എനിഹൗ, merely to have independence. Please see this, for it is the real clue to the understanding of the problem of freedom. Whether in this world of politician, power, position and authority, or in the so-called spiritual world, where you aspire to be virtuous, noble, saintly, ഇതൊക്കെ പറയുന്നത് നമ്മളൊരു ഓർഗനൈസേഷനിലോ ഒരു മതത്തിലോ ആണെങ്കിൽ അവിടെ ഒരിക്കലും സ്വാതന്ത്ര്യമില്ല. അവരെ ചട്ടക്കൂട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ജിതകൃഷ്ണമൂർത്തി തിയോസഫിക്കൽ സൊസൈറ്റി തന്നെ വിട്ട് പുറത്ത് വരാനുള്ള കാരണവും ഇത് ഓർഗനൈസേഷൻ ഇസ് എ കൾട്ട് എന്ന് പറയുന്നുണ്ട്. But the man or the woman who see the authority of all these things and whose heart is therefore innocent and therefore not moved by the desire to be somebody, such a person is to free. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മറ്റൊരാളാവാനാണ് ശ്രമിക്കുന്നത്. നമ്മളെന്തിനാ പഠിച്ചത്? ആരൊക്കെ പഠിക്കാൻ പറഞ്ഞു? എന്തിനാ ജോലിക്ക് പോയി? ആരൊക്കെയോ ജോലിക്ക് പോയി, അല്ലെ ആരെയൊക്കെയോ കണ്ട് നമുക്ക് ജോലിക്ക് പോകണം. അപ്പം അത് അനുകരണമാണ്, അത് ഫ്രീ അല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ സിംപ്ലിസിറ്റി ഓഫ് ഇറ്റ്, യു വിൽ ഓൾസോ സീ ഇറ്റ്സ് എക്സ്ട്രോർഡിനറി ബ്യൂട്ടി. പക്ഷെ അത് തിരിച്ചറിയുമ്പം മാത്രമേ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാകത്തുള്ളൂ. Your parents, your teachers and your own desires want you to be identified with something or other in order to be happy, secure.
നമുക്കെല്ലാം വേണ്ടത് സെക്യൂരിറ്റിയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. പിന്നെ ഹാപ്പിനെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പീസും ബ്ലെസ്സും ആണ്, പരമാനന്ദമാണ്. ബട്ട് ടു ബി ഇൻ്റലിജൻറ്റ് ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടത് ഇൻ്റലിജൻസ് ആണ്. ബട്ട് ടു ബി ഇൻ്റലിജൻറ്റ് മസ്റ്റ് യു നോട്ട് ബ്രേക്ക് ത്രൂ ഓൾ ദ ഇൻഫ്ലുവൻസസ് ദറ്റ് എൻസ്ലേവ് ആൻഡ് ക്രഷ് യു. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സമൂഹവും മറ്റും അവരുടേതായ ചിന്താഗതികൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഫ്രീ ആവും. But there can be no freedom as long as you are merely trying to become somebody, to imitate a noble example. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ശ്രീകൃഷ്ണനാവണം, ബുദ്ധനാവണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ ആവണം. ഇത് അനുകരണമാണ്. അപ്പോൾ ഇതിൽ ഓഷോയും ജിതകൃഷ്ണമൂർത്തിയും ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. രമണ മഹർഷിയും പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. ഇവരുടെ പ്രഭാഷണങ്ങളും ഇവർ പറഞ്ഞതും പുസ്തകമാക്കിയിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഈ പുസ്തകങ്ങളെല്ലാം ഇവരെഴുതിയതാണ്. ഒരു പുസ്തകം എഴുതുന്നതിനെതിരാണ്. കാര്യം പുസ്തകം എഴുതിയാൽ ആൾക്കാരത് ഫോളോ ചെയ്യും. ആൾക്കാർ അവരെ ഫോളോ ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ആൾക്കാർക്ക് എപ്പോഴും ഒരു അതോറിറ്റി വേണം. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത, അവർ പറയുന്ന അവരുടെ ഫൗണ്ടേഴ്സ് പോലും അവരുടെ അതോറിറ്റി അല്ല, ഫ്രീഡം ഓഫ് തോട്ടാണ് അവിടെ പറയുന്നത്. പക്ഷേ തിയോസഫിക്കൽ സൊസൈറ്റിക്ക് അകത്ത് ചെന്നാലും അവിടെ അതാണോ നടക്കുന്നത്? ജിതുകൃഷ്ണമൂർത്തി ആ സൊസൈറ്റിക്ക് പുറത്ത്, ഏതൊരു സൊസൈറ്റിക്ക്, തിയോസഫിക്കൽ അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയിൽ ചെന്നാലും അവരുടേതായ ചില ചട്ടക്കൂടുകൾ കാണും. അപ്പം അതിനകത്ത് നിന്ന് മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ മറ്റൊരാളിൽ നമ്മളത് അടിച്ചേൽപ്പിക്കരുത്. അത് ഈ ജിതുകൃഷ്ണമൂർത്തിയുടെ അഡ്വക്കേറ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ബുക്ക്, മാസ്റ്റേഴ്സാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓരോരുത്തരുടെയും മാസ്റ്റേഴ്സ് വേറെയാണ്. അവരവരുടേതായ വഴിയിലൂടെ സഞ്ചരിച്ചോട്ടെ, നിങ്ങൾ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, പ്രോബ്ലം വരാൻ കാരണം നമുക്ക് സെക്യൂരിറ്റി വേണം. ഒരു ഓർഗനൈസേഷനിൽ ചെന്നാൽ നമ്മുടെ പോസ്റ്റ് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല. അപ്പം പറഞ്ഞു വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ചട്ടക്കൂട്ടിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെ പറഞ്ഞു വിടും. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ അവിടെ ആദ്യം വേണ്ടത് അച്ചടക്കമാണ്. അതോറിറ്റി പറയുന്നത് നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനിലും അതുണ്ട്. അപ്പം നമ്മളൊരു ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അടിമകളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് വേണം നിൽക്കാൻ, അല്ലാതെ അതിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം ഓർഗനൈസേഷനിൽ നിൽക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഇനി ഓർഗനൈസേഷനിലൊക്കെ വരുന്ന വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെല്ലാം ഡിവോട്ടീസാണ്. ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാസ്റ്റർ കാണും. ഉദാഹരണത്തിന് ബാബാജി, ഉദാഹരണത്തിന് സത്യസായി ബാബ, ഷിർദി സായി, അല്ലെങ്കിൽ അമൃതാനന്ദമയി, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്, അല്ലെങ്കിൽ അതുപോലുള്ള ഓർഗനൈസേഷൻസിൽ അവരെല്ലാം ഡിവോട്ടീസാണ്. അവർ പ്രവർത്തകരല്ല, അവർ സറണ്ടർ ചെയ്തവരാണ്. ഇപ്പോൾ തിയോസഫിയിൽ എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ, തിയോസഫിയിൽ അങ്ങനെ ഒരു ഗുരു ശിഷ്യ കണക്ഷൻ അവിടെ ഇല്ല. പിന്നെ അവരുടെ ഫൗണ്ടേഴ്സും 68 പേരും മാസ്റ്റേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചന്നു മൗര്യ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന, അല്ല പെറ്റ് നെയിമിൽ അറിയപ്പെടുന്ന ആൾക്കാരെ അവർ കണ്ടിട്ടുണ്ട്. അപ്പം മാസ്റ്റേഴ്സിനെ രാമകൃഷ്ണ പരമഹംസരും കാടിയുടെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളും ഡെയിലി കാണുന്നുണ്ട്, നമ്മളും ഡെയിലി കേൾക്കുന്നുണ്ട്. അതാണ് സത്യസായിയൊക്കെ പറയുന്നത്, ഐ നോ ഐ ആം ഗോഡ് ബട്ട് യു ഡു നോട്ട് നോ യു ആർ ഗോഡ്. എനിക്കറിയാം ഞാൻ ദൈവമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ദൈവമാണ്. അപ്പം നമ്മൾ വേറെ എന്തോ ഒരു
കാര്യത്തിൻ്റെ പുറകിൽ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എന്താ പറ്റും? നമുക്ക് ഫ്രീഡം ഇല്ല. ആരത്തെങ്കിലും നമ്മൾ സംസാരിച്ചു നോക്കി ആത്മീയ മേഖലയിൽ അവർ പറയുന്നത് എന്താ പറയുക, എന്തിനാണ് നിങ്ങൾ കൂടുതൽ വായിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇത് കിട്ടത്തില്ല. നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ സൈലൻസിലേക്ക് പോയിക്കോളൂ. അത് സാധ്യമല്ല. ഒരാളുടെ ജനറ്റിക് DNA അനുസരിച്ച്, വാസന അനുസരിച്ച്, മുൻജന്മങ്ങളിലുള്ള ആഗ്രഹങ്ങൾ, അത് നമ്മൾ മരണാന്തരം എന്ന് പറയുന്ന ബുക്കിൽ 6 കോശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ആഗ്രഹങ്ങൾ എവിടെയും പോകത്തില്ല എന്നുള്ളത്. ഇത് സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് തിയോസഫി. അപ്പം തിയോസഫിയിലുള്ള അതുപോലെയുള്ള ഉത്തമമായ പുസ്തകങ്ങൾ മറ്റൊന്നും പല സ്ഥലങ്ങളിലും ഇല്ല. അതൊക്കെ സീക്രട്ട് സ്കൂളുകളാണ്. ഇപ്പോൾ ശ്രീചക്ര അവരാരും പുറത്തൊന്നും പറയത്തില്ല. ഫ്രീമേസൺ അവരും പുറത്ത് പറയത്തില്ല. ഓരോ ഓർഗനൈസേഷനിലും ആ ഒരു ഓപ്പൺനെസ് ഇല്ല. പക്ഷെ തിയോസഫിയിൽ അങ്ങനെയല്ല. ആർക്കും ഏതും ഫോളോ ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. പക്ഷെ അത് വേറൊരാളെ തോളത്ത് കയറരുത്, വേറൊരാളെ നിർബന്ധിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ തിങ്ക് ഓൺ ദീസ് തിങ്സ്, ഇത് ലോകത്തെ 100 ബെസ്റ്റ് സ്പിരിച്വൽ ബുക്സിൽ ഒരു ബുക്കായിട്ട് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. പ്രോബ്ലം ഓഫ് ഇതിനെല്ലാം PDF ഉണ്ട്. ഇനി നമ്മൾ യൂട്യൂബിൽ കയറി പ്രോബ്ലം ഓഫ് ഫ്രീഡം എന്ന് അടിച്ചാൽ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ സ്പീച്ച് നമുക്ക് ഡയറക്റ്റ് കേൾക്കാം. നമ്മളിതൊക്കെ ഒരു കാലത്ത് ജിദ്ദു കൃഷ്ണമൂർത്തി ആരെങ്കിലും പറഞ്ഞു തരുമോ എന്ന് അന്വേഷിക്കുകയും ഒരാൾ പോലും പറയാനുമില്ല. ഇനി ആകെ പോകണമെങ്കിൽ ചെന്നൈയിൽ പോയി JK ഫൗണ്ടേഷനിൽ പോയി, അന്ന് കാസറ്റൊക്കെ ഉള്ള കാലമാണ്, അതിട്ട് കേൾക്കുക എന്നൊക്കെ നിവൃത്തിയുള്ളൂ. ഇന്നും ഞാൻ പലരോടും ജിദ്ദു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഫോളോവേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം വേറെ ഏതാണ്ടോ തിയറിയൊക്കെയാണ് പറയുന്നത്. ഇനി ജിദ്ദു കൃഷ്ണമൂർത്തി പുതിയതായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഫ്രീഡം ഫ്രം നോൺ, നമ്മൾ ഇതുവരെ അക്യൂർ ചെയ്ത നോളജുകളെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കണം. സെൻ ബുദ്ധിസത്തിൽ പറയുന്നുണ്ട്, കപ്പ് കാലിയായിട്ടിരുന്നാലല്ലേ ഫ്രഷ് ഇത് അതിനകത്ത് വരത്തുള്ളെന്നുണ്ട്. പിന്നെ നമ്മളല്ലാതെ പുറത്തൊന്നുമില്ല. അതാണ് വയലൻസ് സെൻസ്. ചോയ്സ്ലെസ് അവയർനെസ് എന്താ? നമ്മളിപ്പോൾ കണ്ടീഷൻ മൈൻഡിലൂടെ പോകുന്നത് കൊണ്ട് നമുക്കൊന്നിലും ചോയ്സ് ഇല്ല. ഇത് തന്നെയാണ് പിന്നെ ഒബ്സർവർ ഒബ്സർവ്ഡ്, രണ്ടില്ല. രണ്ടായി കണ്ടാൽ രണ്ടലുണ്ടാവും. ഇപ്പോൾ സെപ്പറേഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒബ്സർവർ ഒബ്സർവ്ഡ്, ഇത് രണ്ടല്ല എന്നാണ് പറയുന്നത്. ഇതിനപ്പുറം ജിദ്ദു കൃഷ്ണമൂർത്തി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെല്ലാം പ്രഭാഷണങ്ങളാണ്. നമ്മളിത് പിന്നെയും പറയുന്നതിന് കാരണം നമ്മൾ പറഞ്ഞ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ വേർഡുകളിലൂടെ പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു കാര്യം, ഇത് പലരും പറയുന്ന വലിയ കടുകട്ടി സാധനമാണ്, ഇത് മനസ്സിലാവത്തില്ല. ജിദ്ദു കൃഷ്ണമൂർത്തി വേറെ തലത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത്. ഒരു തലവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല എന്ന് പറഞ്ഞാൽ ഇത് സൂക്ഷ്മമായി ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഉപനിഷത്തിൽ ഇല്ലാത്തതൊന്നും, അല്ലെങ്കിൽ ഉപനിഷത്തിലും വേദത്തിലും ഉള്ളതേ അവിടെ വെസ്റ്റിലായാലും ഈസ്റ്റിലായാലും ഇനി ആരായാലും, രമണമഹർഷി ആയാലും ജിദ്ദു കൃഷ്ണമൂർത്തി ആയാലും സത്യസായ ആയാലും സിദ്ധിസായ ആയാലും ആരായാലും എന്നേ പറയാനുള്ളൂ. പിന്നെ എവിടെയാണ് ഈ ആൾക്കാർ തങ്ങളിൽ തർക്കിക്കുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഇവർ ചില സിദ്ധാന്തങ്ങളിൽ കട്ട പിടിച്ച് കിടന്ന് അതാണ് അൾട്ടിമേറ്റ് എന്ന് അവർ പറയുന്നത്. അത് ചില പ്രത്യേക സംഗീതം കേൾക്കുമ്പം ചിലർക്കത് വളരെ ഇഷ്ടമാണ്. അവർ പറയുന്നത് ഈ സംഗീതമാണ് ബെസ്റ്റെന്ന്, ആ താളമാണ് ബെസ്റ്റെന്ന്. അല്ലെങ്കിൽ ഡാൻസ്, ചിലർക്ക് ഭരതനാട്യം കാണുന്നതാണ്, ചിലർക്ക് ബ്രേക്ക് ഡാൻസ് കാണുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നതേ പോലും. ഇതേതെങ്കിലും ഒന്ന് നല്ലതും ചീത്തയുണ്ടോ? അതൊക്കെ അവരവരുടെ ഇതനുസരിച്ചിട്ടാണ്. അപ്പം എവിടെയെങ്കിലും ആൾക്കാർ ആത്മീയത ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു തർക്കം ഉണ്ടായാൽ ശ്രദ്ധിച്ചോണം. ഒന്നുകിൽ ഒരാൾ ശരിയായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും തെറ്റായിരിക്കും. നമ്മൾ ആ ലെവലിൽ ഉയരുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ജിദ്ദു കൃഷ്ണമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രഭാഷണം കേട്ട് ഒരാൾ പോലും നന്നായിട്ടില്ല
ആരെങ്കിലും വഴി കൂടെ പോകുന്നവരെങ്കിലും കേട്ട് നന്നാവട്ടെ എന്നുള്ളതാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. താങ്ക് യു.